ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള വാഴാനി ഡാമിലേക്കാണ് കേട്ടോ. ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഡാമിൻ്റെ അകത്തോട്ട് കിടക്കുമ്പോൾ ഇതുപോലെ ഒരു പാത കാണാം. ഇതുവഴിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അരികിലായിട്ട് തന്നെ ഒരുപാട് ചെടികളും വനങ്ങളും ഉണ്ട് കേട്ടോ. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെ തെക്കുംകര പഞ്ചായത്തിലുള്ള കീച്ചേരി പുഴയുടെ കുറുകെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു അപൂർവ ഇന അണക്കെട്ടുകളിൽ ഒന്നാണ് കേട്ടോ വാഴാനി അണക്കെട്ടെന്ന് പറയുന്നത്. 1962 കേട്ടോ ഈ ഡാം തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ഡാമിനോട് അനുബന്ധിച്ച് കിടക്കുന്ന മേഖലയെ പീച്ചി വാഴാനി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടോ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഡാമിനടുത്ത് എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ ഡാം. മലനിരകളും വനപ്രദേശവും ഒക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ. പോകുന്ന വഴിക്ക് വെള്ളത്തിനരികെ കുറച്ച് തോണിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ജലസേചന പദ്ധതി തന്നെയാണ്. ഡാമിന് മുകളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഈ പാലം കണ്ടോ, ഇതൊക്കെ അണക്കെട്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. ഇനിയും ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മെ കാത്തിരിപ്പുണ്ട്. അതിലേക്ക് പോകാം ഗൈസ്. ഇവിടുത്തെ ഗാർഡനും കുട്ടികൾക്കുള്ള പാർക്കൊക്കെ അണക്കെട്ടിന് മുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും ഗൈസ്. ഇതാണ് താഴേക്ക് ഇറങ്ങാനുള്ള പടവുകൾ. നമ്മളിപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ഗാർഡനിലോട്ട് പോവാട്ടോ. ഈ ഹാളിനകത്ത് കുറേയേറെ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗാർഡൻ. ഈ ഫ്ലവർ കണ്ടോ, ഇതിൻ്റെ പേരറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. വഴിയരികിലായിട്ട് കുറച്ച് കുരങ്ങന്മാരെയും കൂടെ കാണാൻ പറ്റി. ടൂറിസ്റ്റുകളെ ഒന്നും ശല്യം ചെയ്യാത്ത വിധം സൈലൻ്റ് ആയിട്ട് ആശാന്മാർ ഇരിപ്പുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ. നല്ല വൃത്തിയും ഭംഗിയാണ് കേട്ടോ ഈ ഗാർഡൻ കാണാനായിട്ട്. പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ ഇവിടുത്തെ ജലസേചന വകുപ്പ് ഈ ഒരു ഡാമും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എന്ത് രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുക്കിയ ഒരു ചെറിയ പാർക്കും കൂടെ നമുക്ക് കാണാം ഗൈസ്. ഇതാണ് ആ പാർക്ക്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇതും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടുത്തെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ തന്നെയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.